SSLC റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾ കുറേ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാവില്ലേ? ഇനി +1 ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഞാനായിരിക്കും ക്ലാസ് ടോപ്പർ, അല്ലെങ്കിൽ +1 എൻ്റെ പഠിത്തം നിങ്ങൾ എല്ലാവരും കണ്ടു, ഞാൻ ആരാന്ന് കാണിച്ചു തരാം. അപ്പോൾ +1 ക്ലാസ് ഇപ്പോൾ തുടങ്ങി. നിങ്ങൾ തീരുമാനിച്ച പോലെ നിങ്ങളുടെ പ്ലാൻ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. അല്ലാത്തവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനം എന്ന ആ ഒരു ഫാക്ടറിന് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ എന്താണ്? ലൈഫിൽ ഒരുപാട് മറ്റ് ഫാക്ടർ ഉണ്ട് അല്ലേ? ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പിന്നെ ഗെയിമിംഗ് ഉണ്ട്, ഫോണിൽ കളിയുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. നിങ്ങളുടെ സമയം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അറ്റൻഷൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫോക്കസ് അവിടെയാണ്, അതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? പക്ഷെ പഠനം അത് ഞാൻ പ്ലാൻ ചെയ്താൽ അതുപോലെ നടക്കത്തേ ഇല്ല. അത് അഭിമാനത്തോടെ ഞാൻ പറയും. എന്ന് പറഞ്ഞു നടക്കുന്നവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഈ 2 വർഷവും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്ത 2 വർഷങ്ങൾ നിങ്ങളങ്ങ് മല മറിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട മക്കളെ, നിങ്ങൾ ഇപ്പം മാറാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ ഈ 2 വർഷം മാറാൻ പോകുന്നില്ല. ഈ തുടക്കത്തിലേ നിങ്ങൾ റെഡി ആവാൻ തയ്യാറായെങ്കിൽ ഈ 2 വർഷം നിങ്ങൾ അത് തന്നെ ചെയ്യാൻ പോകുന്നത് റിസൾട്ട് ബാഡ് ആയിട്ട് വരും. അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെയും നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിങ്ങളുടെ പാരൻസിനായിരിക്കും. സോ നിങ്ങൾ ആരെയാ പ്രീതിപ്പെടുത്താൻ നിൽക്കുന്നത്? നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ, നിങ്ങൾ പഠിക്കാതെ മാർക്ക് കുറഞ്ഞ് പൊട്ടിപ്പാളീസായി റിസൾട്ട് കുറയുന്ന സമയത്ത് ചിരിക്കുന്ന ആളുകൾ ആരൊക്കെയാ? അത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കൂടെ നടക്കുന്ന ആളുകളിൽ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ഒരുപാട് പേര് നിങ്ങളുടെ പതനത്തിൽ ചിരിക്കുന്നുണ്ടാകൂടാ. ആ ചിരി കാണാൻ വേണ്ടി നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യുന്നത്? ആ ചിരി കാണാനല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ 4 നേരം കൃത്യമായി ഭക്ഷണം കഴിപ്പിച്ചും നിങ്ങളെ സ്കൂളിൽ വിട്ടും നിങ്ങളെ ഓരോ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ എണ്ണി പണം തന്നും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പാരൻസിന്റെ ചിരിയല്ലടാ നിങ്ങൾ കാണേണ്ടത്. അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടത്. അവർ ചിരിക്കണമെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കണം. നിങ്ങൾ ഏത് ഫിനാൻഷ്യൽ പൊസിഷനിലാണെങ്കിലും നല്ല രീതിയിൽ പഠിച്ചു വളർന്ന ഒരു ചെക്കൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബം മാറി മറയൂടാ. അതിനൊരുപാട് എക്സാമ്പിൾ ഉണ്ട്, ജീവിച്ചിരിക്കുന്ന എക്സാമ്പിൾ ഉണ്ട്, ഞാൻ കാണുന്ന എക്സാമ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് പറയാ, അത് സത്യമായൊരു കാര്യമാണ്. അത് നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം. +1 +2 ലൈഫിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ മാക്സിമം മാർക്ക് മേടിക്കണം. ഞാൻ പ്രോമിസ് ചെയ്യുന്നു, ആസ് എ ബ്രദർ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. റെഡി ആണെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളെ പഠിപ്പിക്കുക എന്നത് തന്നെയാണ് എൻ്റെ ജീവിത ലക്ഷ്യം. ഓക്കെ, അത് EdTech പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണെങ്കിൽ അങ്ങനെ എനിക്ക് ഒരുപാട് ഓഡിയൻസിൽ എത്താൻ ഈ ഒരു പ്ലാറ്റ്ഫോം എന്നെ സഹായിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇൻഡിവിജ്വൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ആയിരക്കണക്കിന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുക എന്നത് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങളെ ഇൻസ്പയർ ചെയ്ത്, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത്, നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് ആളുകൾക്കൊരു ലൈഫിലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പഠിക്കാൻ നിങ്ങളെ ഒരു മെൻറ്ററായിട്ട്, ഒരു ബ്രദറായിട്ട് ഞാൻ കൂടെ നിൽക്കാം. സോ പ്ലീസ്, നിങ്ങളുടെ പാരൻസിനെ ഓർത്തെങ്കിലും, നിങ്ങളെ ഓർത്തെങ്കിലും, നിങ്ങളുടെ ഭാവിയെ ഓർത്തെങ്കിലും നിങ്ങൾ പഠിച്ചു തുടങ്ങണം മക്കളെ. ആൻഡ് നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് ഉണ്ട്. ഓക്കെ, ആ ബാച്ചിൽ നിന്ന് നിങ്ങൾ മൈൻഡ് പോലും ചെയ്യുന്നുണ്ടാവില്ല, പഠിക്കാനുള്ളതല്ലേ നമ്മളില്ലേ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. അതൊന്നും ഓർത്ത് എന്താ പറയുക നെഗറ്റീവ് അടിക്കരുത്. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പണവും സമയവും പഠനത്തിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ളവർ ബാച്ചിൽ ചേരുക. അതിനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ടാകും. ഞങ്ങളുടെ കൂടെ നിന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ വരിക. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ആദ്യ ചാപ്റ്റർ ഫ്രീ ആയിട്ട് അൺലോക്ക് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണാം. സോ അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. സോ ഗൈസ്, പ്ലീസ് സ്റ്റഡി നൗ. നിങ്ങൾ ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ്. സോ നൗ ഓർ നെവർ. ബൈ.